ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു കുട്ടി വ്ളോഗാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മന്ത്ലി സൈക്കോളജി, കൗൺസിലിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലമാണ്. ഞങ്ങളുടെ ട്രെയിനറിൻ്റെ ഒരു വീടാണ് കേട്ടോ. ഇത് ആക്ച്വലി വടക്കഞ്ചേരിയിലാണ്, ചിറ്റ എന്ന് പറയുന്ന ഭാഗത്താണ്. അത് അവർക്ക് സ്ഥിരം താമസിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സുകൾ, ക്യാമ്പുകളൊക്കെ നടത്താൻ വേണ്ടി മോസ്റ്റ്ലി ഉപയോഗിക്കുന്നു. ഞങ്ങൾക്കും അത് ടൗണിൽ നിന്നെല്ലാം വിട്ടൊരു വ്യത്യസ്തമായൊരു അന്തരീക്ഷത്തിൽ വരാനിത് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഇവിടെയാണ് ഞങ്ങൾ ക്ലാസ്സുകൾ വലിയ മഴയൊന്നും ഇല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ ഇവിടെ ഓപ്പണായിട്ട് ഞങ്ങൾ ഇരിക്കാറ്. ഇവിടെ 7 മരങ്ങളാണ് ചുറ്റുമുള്ളത് കേട്ടോ. ആ മരങ്ങളുടെ അടുത്ത് മെയിനായിട്ട് 2 കുടംപുളി ഉണ്ട്. ഇത് കുടംപുളി മരമാണ്. അതിൻ്റെ അപ്പുറത്ത് കൊടുത്തിപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു പന്തൽ പോലെ നമുക്ക് ഉണ്ടാക്കി തന്നെ. അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇരിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ മണി പ്ലാന്റൊക്കെ വെച്ച് ഡെക്കർ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. ബ്ലാക്ക് പെയിൻ്റ് അടിച്ച ബ്രിക്കും കിളികളുടെ ശബ്ദമൊക്കെയാണ്. നല്ല രസം, നല്ലൊരു അറ്റ്മോസ്ഫിയർ. ടൗണിൽ നിന്നൊക്കെ വിട്ടുമാറി വരുന്നവർക്കൊക്കെ വളരെ റിലാക്സിങ് ആണ്. ഞങ്ങൾ വെറുതെ ആണെങ്കിലും ഇവിടെ വന്നിരിക്കും. ക്ലാസ്സുകൾ സ്ട്രിക്റ്റായിട്ട് പഠിക്കില്ല, വളരെ ഷെയറിങ് ഒക്കെ ചെയ്യാൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാൻ സ്വാഗതമാണ്. ഞങ്ങൾ സാർ ഇവിടെ ഉണ്ടാകണം, ആ ദിവസങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് മാത്രം ഉറപ്പാക്കിയാൽ മതി കേട്ടോ. ഇതിവിടെ നിന്ന് നേരെ കാണാൻ ഞങ്ങൾ ഈ കോമ്പൗണ്ടിലേക്ക് വരുന്ന ഗേറ്റ് കടന്നിട്ട് ഇവിടെ വലിയൊരു ഏരിയയാണ്. അവിടെ ഇഷ്ടംപോലെ മരങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു കേട്ടോ. ആ ഒരു ഗ്രീനറി നിലനിർത്താൻ വേണ്ടിയിട്ട്, ഒരു പ്രകൃതിയുടെ ഒരു ടച്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഈ സൈഡിൽ ഞങ്ങൾക്ക് കാണിച്ചത് ഇത് കണ്ടോ, ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഇത് ബിയർ ബോട്ടിൽസാണ്. ഇത് കളക്ട് ചെയ്ത് ഒരു മതിൽ പോലെ വെച്ച് പിടിപ്പിച്ച് നമ്മളൊക്കെ വലിച്ചെറിയുന്ന, പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിലൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ നമ്മളുടെ ഈ ഭാഗത്തേക്ക് അത് ക്ലാസ് എടുക്കാൻ നേരം വലിയ മഴ വന്നപ്പോൾ ഞങ്ങൾ ചെയറൊക്കെ എടുത്തിട്ട് പോകുന്നതിന് വീണ്ടും ആ ചെയറുകളൊക്കെ ആയിട്ട് ഓരോരുത്തർ വരിക. കാരണം ഇവിടെ ഇരിക്കുന്ന സുഖമൊന്നും ഈ അടച്ചു കൂട്ടിയ മുറി കിട്ടില്ല. മഴ മാറിയപ്പോൾ ഞങ്ങൾ വീണ്ടും ചെയറൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതുപോലെ തന്നെ ഞങ്ങളിരുന്നു. ക്ലാസ്സസൊക്കെ കഴിഞ്ഞിടയിൽ ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു. സ്നാക്സൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് വളരെ ഹാപ്പി അറ്റ്മോസ്ഫിയർ. അങ്ങനെ അന്നത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞു. പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നല്ല പൊസിഷനിലുള്ള ഓരോ വ്യക്തികളുമാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവർക്കും സന്തോഷമുള്ള പോലെ തന്നെ സങ്കടങ്ങളും ഉണ്ട്. അതിൽ നിന്ന് അവർ പഠിച്ചു വെച്ച് ഒരുപാട് പേർക്ക് സന്തോഷം നൽകാൻ, സമാധാനം നൽകാൻ, അവരെ കേൾക്കാൻ തയ്യാറാവുന്നു ഞങ്ങൾ. നമ്മുടെ ചുറ്റും പൊലിഞ്ഞ പല ജീവനുകളും ഒരു നിമിഷം എൻ്റെ ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞിരുന്ന കാര്യം ഒരാൾ കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ അത് പൊലിഞ്ഞു പോകുകയില്ലായിരുന്നു, ആത്മഹത്യയിൽ ചെന്ന് അവസാനിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഹൃദയങ്ങൾ വിഷമിച്ച് ആരോടും ഷെയർ ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്നതിന് അവരെ കേൾക്കുക, ഹൃദയത്തിൻ്റെ ഭാരം കുറയട്ടെ, അവരുടെ മുന്നിൽ പുതുവഴികൾ തുറക്കുക. അതിനുവേണ്ടി ഞങ്ങളും തയ്യാറാകുന്നു. ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ അനുഭവിച്ച പല സാഹചര്യങ്ങളും ഇതിനൊരു ഗുണപാഠമായി, ഞങ്ങളൊരു തീരുമാനമായി, ഒരു ദൗത്യമായി ഞങ്ങൾ നിൽക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ തന്നെ സജ്ജരാക്കുന്നു. നമ്മളും ഒരാളെങ്കിലും എന്തെങ്കിലും പറയുന്നു വന്നാൽ നമ്മളത് നിരാകരിക്കാതെ കേൾക്കുക. ഒരു നിമിഷത്തേക്ക് അവരുടെ ജീവനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ പുതിയൊരു വീഡിയോയുമായി വരുന്നൊരു ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.